കേരളത്തിലെ ചില മാപ്രകൾക്ക് ഈയിടെയായിട്ടൊരു പ്രത്യേകതരം അസുഖം പിടിപെട്ടിട്ടുണ്ട്. പണ്ട് പാരസെറ്റമോൾ അടിച്ചാൽ മാറുന്ന പനിയായിരുന്നെങ്കിൽ ഇതിപ്പോൾ ഐവർമെക്റ്റിൻ അടിച്ചാലും മാറാത്ത BJP പേടിയായി രൂപം മാറിയിരിക്കുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ താക്കോല് ആര്യ രാജേന്ദ്രന്റെ കയ്യിൽ നിന്നും പോയി താമര വിരിഞ്ഞത് മുതൽ നമ്മുടെ നിഷ്പക്ഷ മാപ്രകൾക്ക് ഉറക്കമില്ലാതായിട്ട് കാലം കുറച്ചായി. ആ ഉറക്കമില്ലായ്മയുടെ ഏറ്റവും പുതിയ ഇരയാണ് മുൻ DGP ആർ ശ്രീലേഖ IPS. ആർ ശ്രീലേഖ ഒരു ബോംബ് പൊട്ടിച്ചു എന്നൊക്കെ തള്ളുന്നവർ ഒന്നും കേൾക്കുക, ആ പൊട്ടിയത് ബോംബല്ല, അത് കേട്ട് വാ പൊളിച്ചു നിൽക്കുന്ന നിങ്ങളുടെയൊക്കെ ശുദ്ധഗതിയാണ്. എന്താണ് ആർ ശ്രീലേഖയുടെ പ്രതികരണത്തിന് പിന്നിലെ യാഥാർത്ഥ്യം നമുക്ക് നോക്കാം. അല്ല, നിങ്ങൾ ഈ കാണിക്കുന്നത് കണ്ടോ? 30 കൊല്ലം കാക്കി അണിഞ്ഞ് ഗുണ്ടകളെ വിറപ്പിച്ചൊരു മുൻ DGPയെ പിടിച്ചിരുത്തി ചൊറിഞ്ഞു നോക്കിയാൽ വല്ലതും കിട്ടുമോ എന്ന് നോക്കുന്ന ഈ മാധ്യമ ദാരിദ്ര്യം ഉണ്ടല്ലോ, സമ്മതിക്കണം. അനന്തപുരിയുടെ മണ്ണ് ഇടതും വലതും മാറി മാറി ഭരിച്ച് ചളിക്കുളമാക്കിയിരിക്കുന്ന കാലം അവസാനിച്ചു. ഭരണസിരാ കേന്ദ്രത്തിന്റെ മൂക്കിന് താഴെ BJP അധികാരം പിടിച്ചത് ഇവരുടെയൊക്കെ ചാനൽ റേറ്റിങ്ങിനെ മാത്രമല്ല, അജണ്ടകളെയും ബാധിച്ചു. ഭരണത്തിൽ അഴിമതി കണ്ടെത്താൻ നോക്കി നടന്നില്ല, കത്ത് വിവാദം പോലെയൊന്നും ഉണ്ടാക്കാൻ നോക്കി അത് നടന്നില്ല. ഒടുവിൽ കിട്ടിയ കച്ചിത്തുരുമ്പാണ് ശ്രീലേഖയുടെ പ്രസ് മീറ്റ്. ശ്രീലേഖ പറഞ്ഞു, എന്നെ ആദ്യം മേയർ സ്ഥാനാർത്ഥിയായിട്ടാണ് കണ്ടിരുന്നത്, പക്ഷേ പാർട്ടി പിന്നീട് മറ്റൊരു തീരുമാനമെടുത്തു. ഇത് കേട്ട പതി കേൾക്കാത്ത പതി നമ്മുടെ മാപ്രകൾ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചു. BJPയിൽ പൊട്ടിത്തെറി ശ്രീലേഖ ഇടയുന്നു. പാവം മാപ്രകൾ, അവർക്ക് അച്ചടക്കം എന്നാൽ എന്താണെന്ന് അറിയില്ലല്ലോ. സീറ്റ് കിട്ടിയില്ലെങ്കിൽ പാർട്ടി ഓഫീസിന് കല്ലെറിയുന്നതും നേതാവിന്റെ കോലം കത്തിക്കുന്നതും കണ്ട് ശീലിച്ചവർക്ക് ഒരു പാർട്ടി തീരുമാനം എടുത്താൽ അത് ശിരസ വഹിക്കുന്ന IPS കരുത്തുള്ള ഒരു വനിതയെ മനസ്സിലാക്കാൻ കഴിയില്ല. അവർ പറഞ്ഞത് ലളിതമാണ്, രാഷ്ട്രീയത്തിൽ താനൊരു തുടക്കക്കാരിയാണ്. കേന്ദ്ര നേതൃത്വം VV രാജേഷിനെ പോലെ പരിചയസമ്പന്നരായ നേതാക്കൾക്ക് മുൻഗണന നൽകിയെങ്കിൽ അതിൽ തനിക്ക് പരാതിയില്ലെന്ന്. ഇതിനെയാണ് ആഞ്ഞടിച്ച് ശ്രീലേഖ എന്ന് പറഞ്ഞവർ ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. കഷ്ടം തന്നെ മാപ്രകളെ, ഇത്രയ്ക്ക് ഗതികെട്ടവരായിപ്പോയിട്ടോ നിങ്ങൾ. BJP ഒരു കേഡർ പാർട്ടിയാണ്. അവിടെ വ്യക്തികളെക്കാൾ വലുതാണ് സംഘടന. VV രാജേഷിനെ പോലെ ദശാബ്ദങ്ങളായി തെരുവിൽ സമരം ചെയ്ത് വളർന്ന നേതാക്കൾക്ക് ഭരണ ചുമതല നൽകാൻ പാർട്ടി തീരുമാനിച്ചാൽ അതിനെ സ്വാഗതം ചെയ്യാൻ ശ്രീലേഖയ്ക്ക് മടിയൊന്നുമില്ല. ഞാൻ 30 വർഷം IPS ഓഫീസറായിരുന്നു, എനിക്ക് ഉടനെ മേയർ കസേര വേണമെന്ന് വാശി പിടിക്കാൻ അവർ നിങ്ങളുടെ കൂടിയുള്ള രാഷ്ട്രീയക്കാരിയില്ല. അധികാരം എന്നത് അവർക്ക് പുത്തരിയുമല്ല, അവർ അനുഭവിച്ച് തീർത്തതാണ്. സത്യം പറയൂ മാധ്യമ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ പഴയ കത്ത് വിവാദം പോലെ ഒന്നും കിട്ടാത്തതാണോ നിങ്ങളുടെ പ്രശ്നം? മേയർ ആര്യ രാജേന്ദ്രന്റെ കാലത്ത് നടന്ന പിൻവാതിൽ നിയമനങ്ങളുടെ സുഖം ഇപ്പോൾ കിട്ടുന്നില്ലേ? അതോ അനന്തപുരിയുടെ മണ്ണിൽ BJP മികച്ച ഭരണം കാഴ്ചവെക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു കടച്ചിലാണോ നിങ്ങൾക്ക്? പാവം മാപ്രകൾ, ഇത്രയും വലിയൊരു പ്രതികരണം കിട്ടിയിട്ട് വല്ല വിമത നീക്കവും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു പോയതാ. ഒടുവിൽ കിട്ടിയത് BJPയുടെ രാഷ്ട്രീയ അച്ചടക്കത്തെക്കുറിച്ചുള്ള ഒരു ക്ലാസ്. ഇനിയിപ്പോൾ അടുത്ത ചർച്ച എന്തായിരിക്കും? ശ്രീലേഖയുടെ കണ്ണടയിൽ BJP വിരുദ്ധതയുണ്ടോ, അതോ ശ്രീലേഖ ചിരിച്ചത് കേന്ദ്രത്തിന് നേരെയാണോ എന്നൊക്കെയാകുമോ? ദാരിദ്ര്യം പിടിച്ച് ഈ മാധ്യമ പ്രവർത്തനം നിർത്തി വല്ല മാന്യമായി പഠിക്കാൻ പോയിക്കൂടെ? ഇതിനെ മാധ്യമ പ്രവർത്തനം എന്ന് പറഞ്ഞ് മാധ്യമ പ്രവർത്തനത്തെ കുറച്ച് കാണാൻ സാധിക്കില്ല.